സ്വാഗതം ടോപ് 10ലേക്ക്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വകവരുത്തിയത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെയോ? സംശയമുന്നയിച്ച പ്രതിപക്ഷത്തിന് ഉറപ്പുള്ള മറുപടി നൽകിയിരിക്കുകയാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. ഭീകരരെ കൊന്നാൽ പ്രതിപക്ഷം സന്തോഷിക്കുമെന്ന് കരുതിയെന്നും അതുണ്ടായില്ല എന്നും പരിഹാസം. വെടിനിർത്തൽ സാധ്യമാക്കിയത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദത്തെ അടക്കം തള്ളിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രധാനമന്ത്രി മറുപടി നൽകിയത്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. 22 अप्रैल का बदला निर्धारित लक्ष्य के साथ हमारी सेना ने ले लिया. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തലിനായി പാകിസ്ഥാൻ DGM കേൺ അപേക്ഷിച്ചു. ട്രംപിന്റെ ഇടപെടലിനെ തള്ളി മോദി. പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നും മോദി. ഭീകരരെ വധിച്ചതിൽ പ്രതിപക്ഷം സന്തോഷിക്കുമെന്ന് കരുതിയെന്നും അതുണ്ടായില്ല എന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിരോധ സേനയുടെ കൈയും കാലും കെട്ടിയിട്ടാണ് പാകിസ്ഥാനെ ആക്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധി. If he has the courage of Indira Gandhi, yes, let him say here, yes, let him say here, yes, that Donald Trump, you're a liar, yes, that you did not make us cease fire, and that we did not lose any planes. Let him say it here, yes, if he has the courage. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. നാളെ സെഷൻസ് കോടതിയെ സമീപിക്കും. കന്യാസ്ത്രീകളെ സന്ദർശിച്ച കേരളത്തിലെ UDF MPമാർ. ഇടത് നേതാക്കളെ തടഞ്ഞു. വിവേചനമെന്ന് ബൃന്ദ കാരാട്ട്. അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. തീരുമാനം വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയതോടെ ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച പരാജയം. വർധന അനുവദിക്കില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ. താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരെ തീരുമാനം അറിയിച്ചു. വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന് ജഗദീഷ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോന് സാധ്യതയേറി. കൊച്ചി കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികൾ അടയ്ക്കാതെ കോർപ്പറേഷൻ. നടുവൊടിഞ്ഞ് പൊതുജനം. തകർന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരവേദിയായ നെഹ്റു സ്റ്റേഡിയത്തിലേക്കുള്ള റോഡ്. ടോപ് 10 സ്പെഷ്യൽ. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്തയിൽ വാസ്തവമില്ല എന്ന് കേന്ദ്ര സർക്കാർ. പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. വധശിക്ഷ റദ്ദാക്കുമെന്ന നിലപാടിൽ ഉറച്ച കാന്തപുരത്തിന്റെ ഓഫീസ്. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ തുടരുന്നു. മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന 13ഇടത്തും സ്റ്റാൻഘട്ടിലും പരിശോധന. വനം, റവന്യൂ, പോലീസ്, ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്ത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഓവൽ ടെസ്റ്റിനായുള്ള പരിശീലനത്തിനിടെ നാടകീയ രംഗങ്ങൾ. ഇന്ത്യൻ താരങ്ങളെ ചോദ്യം ചെയ്ത പിച്ച് ക്യൂറേറ്ററോട് ക്ഷുഭിതനായി പരിശീലകൻ ഗൗതം ഗംഭീർ. പ്രതികരിക്കാതെ BCCIയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും. ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട്. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ച പറ്റി. ഉത്തരമേഖല ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. സ്റ്റോറി ഓഫ് ദ ഡേ. ആകാശവെള്ളരി വിളവെടുത്ത അധ്യാപകൻ. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാകിസ്ഥാനെതിരെയും കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആഞ്ഞടിച്ചു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിയിൽ ഇന്ത്യ മുട്ടുമടക്കിയില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെടിനിർത്തലിലെ ട്രംപിന്റെ അവകാശവാദവും തള്ളി. ലോകത്തിലെ ഒരു നേതാവും സൈനിക നീക്കം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മോദി അറിയിച്ചത്.
ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത്. ഭീകരരുടെ ആസ്ഥാനങ്ങൾ തകർത്തതിന്റെ ആഘോഷം. രാജ്യത്തെ ധീര സൈനികരുടെ വിജയാഘോഷമാണിതെന്നും മോദി പാർലമെന്റിൽ പറഞ്ഞു. ക്രൂരതയുടെ ഉച്ചകോടിയാണ് പഹൽഗാമിൽ കണ്ടത്. ഏപ്രിൽ 22 ആക്രമണത്തിന് 22 മിനിറ്റിൽ ഇന്ത്യ മറുപടി നൽകി പാകിസ്ഥാനെ വിറപ്പിച്ചു. ഭീകരതയെ തകർക്കുന്ന മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ അയച്ച 1000 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇന്ത്യ തകർത്തത്. മോദി വ്യക്തമാക്കി. भारत ने 6 मई रात और 7 मई सुबह जैसा तय किया था वैसी कार्रवाई की और पाकिस्तान कुछ नहीं कर पाया। 22 मिनट में 22 अप्रैल का बदला निर्धारित लक्ष्य के साथ हमारी सेना ने ले लिया। പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോയില്ല. ആണവ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കുകയില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തെളിയിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധത്തിനായി ആക്രമണം നടത്തുന്നതിനെ ലോകത്തെ ഒരു രാജ്യവും ഇന്ത്യയെ തടഞ്ഞില്ല. 193 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ചത്. വെടിനിർത്തലിലെ ട്രംപിന്റെ അവകാശവാദവും പ്രധാനമന്ത്രി തള്ളി. ലോകത്തിലെ ഒരു നേതാവും സൈനിക നീക്കം നിർത്താൻ ആവശ്യപ്പെട്ടില്ല. പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക അറിയിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ മറുപടി പറഞ്ഞെന്നും മോദി വ്യക്തമാക്കി. दुनिया के किसी भी नेता ने भारत के ऑपरेशन रोकने के लिए नहीं कहा। 9 तारीख को रात को अमेरिका के उपराष्ट्रपति जी ने मुझसे बात करने का प्रयास किया। കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രി രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. ആഗോള പിന്തുണ ലഭിച്ചെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചില്ല. രാജ്യത്തെ ധീരന്മാരായ സൈനികരെ കോൺഗ്രസ് പിന്തുണയ്ക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും കോൺഗ്രസിന് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. लेकिन उनकी ये बयानबाजी, इनका छिछोरापन देश के सुरक्षा बलों का मनोबल गिरा रहा था. പാക് കള്ളങ്ങൾ ചിലർ ഏറ്റെടുക്കുന്നുവെന്നും മോദി കുറ്റപ്പെടുത്തി. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ വധിച്ച ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലും മോദി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി. കുറച്ചാഴ്ചകളായി പഹൽഗാം ഭീകരവാദികളെ പറ്റിയാണ് കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഓപ്പറേഷന്റെ സമയത്തെ ചോദ്യം ചെയ്യുന്നുവെന്നും മോദി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കഴിഞ്ഞ ദിവസം കശ്മീരിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ വധിച്ച 3 പേരും പഹൽഗാമിൽ ആക്രമണം നടത്തിയവരാണ് എന്ന് സ്ഥിരീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ എന്നിവരാണ് കൊല്ലപ്പെട്ട ഭീകരരെന്നും അവർ നിരീക്ഷണത്തിലായിരുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഭീകരരെക്കുറിച്ച് മെയ് 22-ന് സൂചന ലഭിച്ചുവെന്നും പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അമിത്ഷാ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി. ലഷ്കർ-ഇ തോയ്ബയുടെ A കാറ്റഗറി കമാൻഡറാണ് സുലൈമാൻ. അഫ്ഗാനും ജിബ്രാനും ലഷ്കർ-എയുടെ A കാറ്റഗറി ഭീകരവാദികളാണ്. ബൈസറൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഈ 3 പേരെയും ഇല്ലാതാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. ഇവർ പാകിസ്ഥാനികളാണെന്നും വോട്ടർ ID വരെ കിട്ടിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച അതേ ആയുധങ്ങളാണെന്ന് കണ്ടെത്തിയെന്നും അമിത്ഷാ വ്യക്തമാക്കി. जिन्होंने बैसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. സർക്കാർ വാദങ്ങളെ വിമർശിച്ച പ്രതിപക്ഷത്തിനും അദ്ദേഹം മറുപടി നൽകി. പ്രതിപക്ഷത്തിന് പാകിസ്ഥാൻ നയവും നിലപാടുമാണെന്ന് അമിത്ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരവാദികളെ വധിച്ചെന്ന് കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സന്തോഷമാകുമെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ അവർക്ക് സന്തോഷമുള്ളതായി തോന്നുന്നില്ല എന്നും അമിത്ഷാ പരിഹസിച്ചു. ഭീകരരെ വധിച്ച സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചുവെന്നും വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസത്തിനിപ്പുറം വിധവയായ യുവതിയെ കണ്ട രംഗം ഒരിക്കലും മറക്കാനാകില്ല എന്നും അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കവെയാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനമുന്നയിച്ചു. പാകിസ്ഥാനെതിരെ പോരാടാൻ സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ല. പ്രതിരോധ സേനയുടെ കൈ കെട്ടിയിട്ടാണ് പാകിസ്ഥാനെതിരെ ആക്രമിക്കാൻ ആവശ്യപ്പെട്ടത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവന്നത് താനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് ട്രംപിനെ നുണയനെന്ന് വിളിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. Donald Trump
has said 29 times. 29 times he said. 29 बार उन्होंने बोला कि भैया मैंने सीज फायर करवाया है. अच्छा, अगर वो झूठ बोल रहे हैं तो अपने भाषण में यहां प्रधानमंत्री कह दें कि वो झूठ बोल रहे हैं. പഹൽഗാം ഭീകരരെ വധിച്ച കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിൽ അഭിമാനമുണ്ട് എന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ നായരുടെ മകൾ ആരതി. തന്റെ മക്കൾക്ക് അവർ സുരക്ഷിതരാണ് എന്ന തോന്നലുണ്ടാക്കാൻ അതിലൂടെ കഴിഞ്ഞുവെന്നും ആരതി പറഞ്ഞു. വളരെയധികം അഭിമാനം തോന്നി. ജസ്റ്റിസ് കിട്ടിയതിനേക്കാളും കൂടുതൽ ഇപ്പോൾ 3 മാസം കടന്നിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ലൈക്ക് ദിസ് ഓപ്പറേഷൻ, അന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുടെ ക്യാമ്പ്സ് പോയി തകർത്താലും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്ത് ഇവരെ പിടികൂടിയപ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ്. വളരെയധികം അഭിമാനം തോന്നി ഒരു ഇന്ത്യൻ ആയതിൽ. കാരണം ഇതിൽ കൂടെ നമ്മുടെ ഇന്ത്യയുടെ സ്ട്രെങ്ത്താണ് നമ്മൾ വേൾഡിനെ കാണിക്കണേ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ഡിറ്റർമിനേഷനും ഗവൺമെൻറ്റിൻ്റെ നിർത്താതെയുള്ള ഈ ഒരു പരിശ്രമത്തിലും ഐ ഫീൽ വെരി പ്രൗഡ്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. നാളെ ഇരുവരും ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കും. ദുർഗ് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ UDF MPമാർ സന്ദർശിച്ചു. ഇടത് MPമാരെ പോലീസ് തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. മജിസ്ട്രേറ്റ് കോടതിയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അടുത്ത ദിവസം സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ഇരുവരുടെയും അഭിഭാഷക അറിയിച്ചു. കോടതി റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീകൾ നിലവിൽ ദുർഗ് ജില്ലാ ജയിലിൽ തുടരുകയാണ്. സിസ്റ്റർ പ്രീതിയെ 1-ാം പ്രതിയാക്കിയും സിസ്റ്റർ വന്ദനയെ 2-ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഛത്തീസ്ഗഡിൽ ഇവ രണ്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. അതേസമയം പ്രതിപക്ഷ MPമാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. കന്യാസ്ത്രീകളോട് ബജ്രംഗ് ദൾ പ്രവർത്തകർ വളരെ മോശമായാണ് പെരുമാറിയതെന്ന് പ്രതിപക്ഷ MPമാർ ആരോപിച്ചു. उन्होंने हमको सब दिया. I'm not going to disclose everything because they are very innocent. And 3 young ladies, they were taken for job. उसको काम करने के लिए 3 कॉन्वेंट्स में काम करने के लिए रेलवे स्टेशन में आया. उसको लेने के लिए रेलवे स्टेशन में आया. लेकिन उसी समय बजरंग दल के पीपल उन्होंने असॉल्ट किया. NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള MPമാരാണ് ദുർഗ് സെൻട്രൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടത്. അതേസമയം കന്യാസ്ത്രീകളെ കാണാനെത്തിയ ഇടത് നേതാക്കളെ പോലീസ് തടഞ്ഞു. 3 മണിക്ക് ശേഷം സന്ദർശകരെ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് തടഞ്ഞത്. വൃന്ദാക്കാര, ടാനി രാജ, ജോസ് കെ മാണി MP, AA റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് തടഞ്ഞത്. जेलर ने, जेल की अथॉरिटीज ने बाकी लोगों को तो मिलने दिया. अब उनकी जैसे लॉलेस बगैर कानून का प्रदेश है बीजेपी का, वहाँ जेल का भी वही चल रहा है. കന്യാസ്ത്രീകളെ കാണാൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടും അനുമതി നൽകിയില്ലെന്നും വിവേചനം കാണിച്ചെന്നും വൃന്ദ കാരാട്ട് ആരോപിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളുകയും ചർച്ചയില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV. രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു കുറ്റവും ചെയ്യാത്ത കന്യാസ്ത്രീകളാണ് ജയിലിൽ കിടക്കുന്നതെന്നും VD സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു, പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലില്ല. ഏറ്റവും അവസാനമാണ് നിരവധി പേരും മർദ്ദനമേറ്റു വൈദികർ. 90 വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു. 90 വയസ്സായ വൈദികനെ. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് യാദർച്ഛികമായ സംഭവമല്ല എന്ന് MV ഗോവിന്ദൻ. സംഘപരിവാർ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചവരാണ് മിഷണറിമാർ. ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നത് അമിത്ഷായുടെ അജണ്ടയെന്നും രാജ്യത്തെ വ്യാപകമായ ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വാഭാവികമായിട്ടും RSSും BJPയും സംഘപരിവാർ വിഭാഗവും ഈ കേരളത്തിലെ സഭാ നേതൃത്വവുമായിട്ട് നിരന്തരമായിട്ട് ചർച്ചയും അതിനടിസ്ഥാനത്തിൽ നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഭയപ്പാടാവാം, അതുപോലെ തന്നെ വിവിധങ്ങളായ അവരുമായിട്ട് ബന്ധപ്പെടുന്ന അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ആര് അലട്ടുന്നു എങ്ങനെയെന്നുള്ളതല്ല പ്രശ്നം. പൗരത്വത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം ഇത്.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ലത്തീൻ സഭാ വികാരി ജനറൽ ഫാദർ യൂജീൻ പെരേര പറഞ്ഞു. നാളെ വൈകുന്നേരം 4 മണിക്ക് വായ്മൂടിക്കെട്ടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. മലങ്കര, ലത്തീൻ, സീറോ മലബാർ സഭകൾ സംയുക്തമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആതുര സേവന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിമാർ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. അവർക്കെതിരെ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നുവെന്നും ഇതിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ നിന്ന് 2 സന്യാസിനി സഹോദരിമാരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചത് വലിയ വേദനയോടുകൂടിയാണ് കേരളത്തിലെ സഭ നോക്കിക്കാണുന്നത്. കത്തോലിക്ക സഭയിലെ 3 റീത്തുകളിൽപ്പെട്ട സീറോ മലങ്കര, സീറോ മലബാർ, ലാറ്റിൻ സഭകളിലെ സഭാ പ്രതിനിധികളും വിശ്വാസികളും സഭാ അധ്യക്ഷന്മാരും ഒക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നാളെ തന്നെ അടിയന്തരമായി നാളെ 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് മൂടി പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കാനായിട്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ഛത്തീസ്ഗഡിൽ അകാരണമായി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത അന്യായ നടപടിക്കെതിരെ പന്തം കൊളുത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോഴിക്കോട് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഫെറോന ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. സേക്രഡ് ഹാർട്ട് ഫെറോന ചർച്ചിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. 100 കണക്കിന് വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസികൾക്കെതിരെയുള്ള അന്യായമായ നടപടിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോഴിക്കോട് തിരുവമ്പാടി സീക്രട്ട് ഹാർട്ട് ഫെറോന ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നുവെന്ന ഓർത്തഡോക്സ് സഭ. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിയെ ഓർത്തഡോക്സ് സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹദോസ് അപലപിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ഒട്ടേറെ തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നരേന്ദ്രമോദിയുടെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. വീണ്ടും അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് തീരുമാനം. ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ കൺസെഷൻ വർധനയെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും എതിർത്തു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടണമെന്നതാണ് സമരം ആഹ്വാനം ചെയ്ത സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഇതേ തുടർന്നാണ് സ്വകാര്യ ബസ് ഉടമകളെയും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും ഗതാഗത വകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചത്. ഗതാഗത സെക്രട്ടറി PV നൂഹിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി തുടരുന്ന കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. മിനിമം നിരക്ക് 5 രൂപയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വിദ്യാർത്ഥി സംഘടനകളും ചർച്ചയിൽ പറഞ്ഞു. SFIക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് അനൗദ്യോഗികമായി പല രൂപത്തിലാണ് ബസ് ഓണേഴ്സ് പല രൂപത്തിലുള്ള പല എമൗണ്ടുകളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തുകയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് പറയുന്ന സമയത്ത് ABVP അതിന് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറല്ല. ഇങ്ങനെ പൈസ ക്രമാതീതമായി കൂട്ടാൻ വേണ്ടിയിട്ട് ABVP തയ്യാറല്ല എന്നുള്ള അഭിപ്രായം ABVP മുന്നോട്ട് വെച്ചു. ഞങ്ങൾ പറയുന്നത് നിലവിലുള്ള ഏതെങ്കിലും തരത്തിൽ നിലവിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് സ്വീകരിച്ചാൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൻ്റെ തെരുവീതികളിൽ ഉയർത്തിക്കൊണ്ട് KSU, MS ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ സംഘടനകൾ കടന്നു വരുമെന്ന മുന്നറിയിപ്പ് തുടക്കത്തിലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും വ്യവസായം ഓരോ ദിവസവും നഷ്ടത്തിലേക്ക് പോകുകയാണെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ചർച്ച പരാജയപ്പെട്ടതോടെ അടുത്ത മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. ഒരു വർധനവും തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ അനിശ്ചിതകാല സമരത്തേക്ക് അടുത്ത മാസം ഞങ്ങൾ തീയതി നാളെയോ മറ്റന്നാളോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് യോജിച്ച് തന്ന് തീരുമാനം നിശ്ചയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള
സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ പോകും എന്നാണ് ഈ സാഹചര്യത്തിൽ അറിയിക്കാനുള്ളത്. സമരത്തിന്റെ തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതുചരിത്രം എഴുതുമോ? താരസംഘടന അമ്മയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് വനിതകൾ വരുമോ? ഇക്കാര്യത്തിൽ ആകാംക്ഷയും പിന്തുണയും ഏറുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കുമെന്നാണ് സൂചന. മത്സരിക്കുന്ന വനിതകളെ പിന്തുണച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും കാര്യങ്ങൾ അറിയിച്ചു. അവരുടെ മറുപടി കിട്ടിയ ശേഷം പത്രിക പിൻവലിക്കാനാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ നിരവധി വിവാദങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത്. നിലവിൽ മത്സരരംഗത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് 6 മത്സരാർത്ഥികളാണുള്ളത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ എന്നിവരാണ് ആ മത്സരാർത്ഥികൾ. നടൻ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരാണ് മത്സരിക്കുന്നത്. ബാബുരാജ്, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരും മത്സരിക്കും. ഈ മാസം 31 വരെ നോമിനേഷൻ പിൻവലിക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ. നിലവിൽ മത്സരരംഗത്തെ പ്രമുഖനായ ജഗദീഷിന് സംഘടനയ്ക്കുള്ളിൽ വേണ്ടത്ര പിന്തുണയില്ലെന്ന പ്രതികരണങ്ങൾ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്നും സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളുണ്ടെന്നും അത് മാറണമെന്നും മന്ത്രി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇത് പോരാട്ടമോ യുദ്ധമോ ഒന്നുമല്ല, ആരോഗ്യകരമായ മത്സരമാണെന്ന് ജഗദീഷ് പറയുന്നു. അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്ന തീരുമാനം വന്നാൽ അതിൽ എതിർപ്പില്ല എന്നും ജഗദീഷ് അഭിപ്രായപ്പെടുന്നു. ഇക്കാര്യം സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം അനുയോജ്യമായ തീരുമാനമെടുക്കും. ആരോപണ വിധേയൻ മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം നടി മല്ലിക സുകുമാരനും പങ്കുവച്ചു. ആരോപണ വിധേയരായവർ മത്സരിക്കരുതെന്ന അമ്മയുടെ നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റരുതെന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നത് ആരുടെ തീരുമാനമാണെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. ബാബുരാജ് മത്സരിച്ചാൽ പല സംശയങ്ങൾക്കും അത് ഇടവരുത്തും. പെൻഷൻ വാങ്ങിക്കുന്നവരും ആരോപണ വിധേയരും മത്സരിക്കാൻ പാടില്ലെന്നാണ് സംഘടനയുടെ നിയമമെന്നും മല്ലിക പ്രതികരിച്ചു. ബാബുരാജ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്ന് അനൂപ് ചന്ദ്രനും ആരോപിച്ചിരുന്നു. നേരത്തെ സിദ്ദിഖ് സ്ഥാനത്ത് നിന്ന് മാറിയത് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. മഴ തകർത്തു പെയ്യുമ്പോൾ കൊച്ചിയിലെ റോഡിലെ കുഴികൾ നാട്ടുകാരുടെ നടുവൊടിക്കുകയാണ്. കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികൾ അടയ്ക്കാൻ സാധിക്കാതെ മൗനം പാലിക്കുകയാണ് കോർപ്പറേഷൻ. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കുള്ള റോഡാണ് ഇത്. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. സ്റ്റേഡിയത്തെ പുല്ലേപ്പടി തമ്മനം റോഡുമായി ബന്ധിപ്പിക്കുന്നത് ലിങ്ക് റോഡാണ്. ഈ റോഡിന്റെ ഒരു വശമാണ് പൊളിഞ്ഞു കിടക്കുന്നത്. പലതും ആഴമേറിയ കുഴികളാണ്. ചെറിയ മഴ പെയ്താൽ പോലും ഈ റോഡിൽ വെള്ളക്കെട്ടും അതിരൂക്ഷം. അതിനിടയിലാണ് വമ്പൻ കുഴികൾ. ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് കുഴികൾ ഏറ്റവും അധികം ബാധിക്കുന്നത്. കുഴി ഭയങ്കര അപകടകരമായിട്ടാണ്. ഇന്നലെ ഒരു പെൺകുട്ടിയോട് വീണതേ ഉള്ളൂ രാവിലെ. പിന്നെ ഒന്നും പറയാനില്ല, ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം. ജസ്റ്റ് എ സ്റ്റുപ്പിഡ് കോമൺ മാൻ ഇൻ ദി സൊസൈറ്റി, അത്രേ ഉള്ളൂ. വാഹനങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ അപകടത്തിലൊക്കെ പെടാറുണ്ട്. ഇന്നലെ ഒരു പെൺകുട്ടി സ്കൂട്ടറിനാണ് വന്നത് ഇവിടെ വീണത് രാവിലെ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ തന്നെ കൂട്ടിയിട്ടാണ് അവർ ഇതാക്കിയത്. കുറേ കാലമായിട്ട് കിടക്കുകയാണ്. അപ്പുറത്തെ റോഡ് ക്ലിയർ ചെയ്ത് ഇപ്പുറത്തെ റോഡ് ക്ലിയർ ചെയ്ത്, അത്രേ പറയാനുള്ളൂ. ഈ റോഡിന്റെ ഒരു വശത്ത് നേരത്തെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തെങ്കിലും അത് റീടാർ ചെയ്തു. സാധാരണയായി ഉണ്ടാകുന്ന കുഴികളാണ് ഇനി അടയ്ക്കാനുള്ളത്. റോഡ് നന്നാക്കാൻ CSML പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇനി മഴക്കാലം കഴിയണം. അതുവരെ സാധാരണക്കാർ ഈ ദുരിതം സഹിക്കേണ്ടി വരും. റോഡിലെ കുഴികൾ അടയ്ക്കാൻ CSML പോത്ത്ഹോൾ മെഷീൻ വാങ്ങി നൽകിയതാണ്. എന്നാൽ അതൊന്നും പര്യാപ്തമല്ല. മെഷീൻ എവിടെയാണെന്ന് പോലും അറിയില്ല. എന്തായാലും ഓരോ മഴ പെയ്യുമ്പോഴും സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കുഴികൾ മാത്രമല്ല, വെള്ളക്കെട്ടും അതിരൂക്ഷമാണ്. ആരോട് പരാതി പറയുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചേട്ടാ, ഇതുണ്ടല്ലോ എത്ര മാസമായിരുന്നു ഈ കിടക്കണത്. എൻ്റെ വണ്ടിയിലേക്ക് മുട്ടയാണ്, ഇതുകൊണ്ട് പോകാൻ നേരത്ത് പകുതി മുട്ടയും പൊട്ടിപ്പോണാണ്. അന്ന് ആരോട് പറയാനതൊക്കെ. ഈ റോഡ് കുറേ നാളായിട്ട് ഇതിങ്ങനെ കിടക്കുക. ഭയങ്കര കുഴിയാണ്. വെള്ളമായി കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ. ആൾക്കാർ വന്ന് അതിനകത്തോട്ട് വീഴുക, എന്നിട്ട് അവരെ പിന്നെ പൊക്കി ആശുപത്രി പോയി. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കുറേ ആയല്ലോ ശോധനീയ അവസ്ഥയായിട്ട്. ഇപ്പോൾ ഒരു 2 മഴ അടുപ്പിച്ച് പെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഫുട്പാത്ത് വരെ വെള്ളം കയറും. അതുപോലെ ഭയങ്കര ഭീകരാവസ്ഥയാണ്. ആക്സിഡൻറ്റ് ദരിദ്രം ഉണ്ടാകുന്നുണ്ട്. വലിയ ഇന്നലെ ഒരു പെണ്ണ് വീണെന്ന് പറയാനുണ്ടായി, പെൺകുട്ടിയെ. കുറേ നാൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അങ്ങനെയുണ്ട്. അങ്ങോട്ട് അവിടെയൊക്കെ ബ്ലോക്കായിരിക്കും. ആ ഭാഗത്തൊക്കെ കുഴിയാണ്. ഞങ്ങളതിലേ വരുന്നത്. ഞങ്ങൾ സ്ഥിരം പോകണം. ഇതൊന്നും അവിടെ കാണില്ല. എന്നാൽ സ്ലോപ്പ് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് വെച്ച് വിട്ടത്.
വന്നത്. ആ വളവിലുള്ള ബൈക്കാർ വീണിട്ടുണ്ടെങ്കിൽ അന്ന് തീരും അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ കൗൺസിലറുടെ ഭരണവും കഴിഞ്ഞു. ആള് പറയാൻ നടുവേനുണ്ടെങ്കിൽ മാറൂല. എത്ര പേരുടെ വീണെന്നറിയാമോ? ഇപ്പോഴാണ് ഈ ഫോൺ വെച്ചേക്കണത്. അത് ആരും വെച്ചിട്ടുണ്ടായില്ല. എന്താണ് ഇവർ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആരോട് പറയാനാണ്? ആര് ചോദിച്ചാൽ ഞങ്ങളുടെ അല്ല, കോർപ്പറേഷൻ്റെ അല്ല, PWD അല്ല, എല്ലാതാണ്. ഈ വഴി അധികം ട്രിപ്പ് എടുക്കാറില്ല. ഈ വഴി പിന്നെ തമ്മനം വഴിയൊന്നും അധികം ട്രിപ്പ് എടുക്കാറില്ല. ഷോക്ക് അബ്സർവൊക്കെ പോവും. അത് തന്നെ. പിന്നെ യാത്രക്കാർ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഗർഭിണികളൊക്കെ ആണെങ്കിൽ വളരെ പതിയെ പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആരോട് പറയാൻ? ഇവിടെ ഈ കുറച്ചാളായിട്ട് ഈ ലൈൻ, അപ്പുറത്തെ ലൈൻ കുഴപ്പമില്ല. ഈ ലൈൻ കുറേ നാളായി ഇങ്ങനെ തന്നെ കിടക്കണം. മഴയാകുമ്പോൾ കുഴി അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ചെന്ന് ചാടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഈ ഫ്രണ്ട് കണ്ട നല്ല ടൈറ്റ് ഉണ്ട്. പണിയാണെങ്കിൽ നമ്മൾ കാശ് വേറെ ഉണ്ടാക്കണം. ആകെ 65 രൂപയുടെ ഒരു ഓട്ടം കിട്ടി ഇതിലേ കൂടി പോയി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആരോട് പറയാൻ? ടി അശ്വതി ചേരുന്നു. അശ്വതി, ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. റോഡിലെ കുഴിയടയ്ക്കാൻ ചില നടപടികളൊക്കെ കോർപ്പറേഷൻ തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതൊക്കെ പാതി വഴിയിൽ അങ്ങ് നിന്നുപോയി. ഈ നാട്ടുകാരുടെ ദുരിതം അത് ഈ മഴക്കാലത്തും അങ്ങനെ തുടരുകയല്ലേ? അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഇടമാണ് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അങ്ങോട്ടുള്ള ലിങ്ക് റോഡാണ് പൊളിഞ്ഞു കിടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നത്. 100 കണക്കിന് കുഴികളാണ് ഈ റോഡിലുള്ളത് എന്നത് തന്നെ ഏത് നിമിഷവും അപകടമുണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല, ഈ റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരിടം കൂടിയാണ്. വളരെ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഈ റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നു. ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഇതിൽ ഏറ്റവും അധികം ബാധിക്കുന്നത്, അവർ ദുരിതത്തിലാകുന്നത്. ദിവസേന ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആഴത്തിലുള്ള കുഴികളുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ചെടി നട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും നാട്ടുകാരുമെല്ലാം പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിരവധി നാളുകളായി, മാസങ്ങളോ വർഷങ്ങളോ ആയി ഇത്തരത്തിൽ ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ട്. നേരത്തെ പോത്ത് ഹോൾ മെഷീനുകൾ കൊണ്ടുവന്നിരുന്നു. അതായത് ഈ കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് CSML നൽകിയിട്ടുള്ള മെഷീനാണ്. പക്ഷേ അത് അപര്യാപ്തമാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം അത്രയധികം കുഴികൾ അടയ്ക്കുന്നതിന് ഈ പോത്ത് ഹോൾ മെഷീൻ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അത് എവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല. അതിൻ്റെ ഒരു പ്രവർത്തനം ഈ നഗരത്തിലെങ്ങും കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ലിങ്ക് റോഡ് ചെന്ന് ചേരുന്നത് പുല്ലേപ്പടി തമ്മനം റോഡിലാണ്. അവിടുത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും വലിയ രീതിയിലുള്ള കുഴികളാണ്. അതുകൊണ്ട് ഈ വൈറ്റിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ NHലേക്ക് കടക്കുന്നതിനുമായിട്ടുള്ള ഇത്തരം റോഡുകളെല്ലാം വലിയ രീതിയിലുള്ള കുഴികളും അപകടങ്ങളുമാണ് പതിയിരിക്കുന്നത്. ശരി അശ്വതി, നാട്ടുകാരുടെ ഈ ഒരു ദുരവസ്ഥ ഞങ്ങൾ അധികൃതർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ വാസ്തവമില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും രംഗത്തെത്തി. വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നതായി കാന്തപുരത്തിന്റെ ഓഫീസും അറിയിച്ചു. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി. മംഗലാപുരം SP ജിതേന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. സ്നാൻഘട്ട പ്രദേശത്ത് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന സ്ഥലത്ത് 13 സ്പോട്ടിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. നേത്രാവതി നദിക്കരയിൽ പുറമ്പോക്ക് ഭൂമിയിലാണ് പരിശോധന. ഭൂമി കുഴിക്കുമ്പോൾ വെള്ളം നിറയുന്നതിനാൽ മഴ ശമിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ഓവൽ ടെസ്റ്റിന് മുൻപായി പിച്ച് ക്യൂറേറ്ററോട് തർക്കിച്ച ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇന്ത്യൻ ടീം ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് പിച്ച് ക്യൂറേറ്ററും ഗംഭീറും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയേണ്ട എന്നാണ് ക്ഷുഭിതനായി ഗംഭീർ പിച്ച് ക്യൂറേറ്ററോട് പറയുന്നത്. ഓവൽ ചീഫ് ക്യൂറേറ്റർ ലീ ഫോർട്സിനോടാണ് ഗംഭീർ തർക്കിച്ചത്. ഇന്ത്യൻ കളിക്കാർ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിയ ഇടം പിച്ച് ക്യൂറേറ്റർ ചോദ്യം ചെയ്തതോടെയാണ് ഗംഭീർ ക്ഷുഭിതനായത് എന്നാണ് റിപ്പോർട്ട്. ക്യൂറേറ്ററുടെ നേരെ വിരൽ ചൂണ്ടി ഗംഭീർ ദേഷ്യത്തോടെ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നെങ്കിലും BCCIയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല.